സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ. ഒരു പൂർണ്ണമായി അവിടെ നിന്ന് വിദ്യാർത്ഥികളെ ഈ സമരക്കാരെ ഒഴിപ്പിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇപ്പോൾ നിലവിൽ എന്താണ് സാഹചര്യം? സമീപകാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ തുടരുന്നത്. നമുക്കറിയാം, നിരവധി സമരങ്ങൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വീറും വാശിയും SFI പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു. വലിയ പോലീസ് സന്നാഹം ഏതാണ്ട് സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള പ്രധാന വഴി മുഴുവൻ പോലീസ് നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. നേരം പോലീസ് തീർത്തും സംയമനം പാലിച്ചു. ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്കോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലേക്കോ പോലീസ് നീങ്ങിയില്ല. പക്ഷേ എല്ലാ പരിധികളും മറികടന്നുകൊണ്ട് SFI പ്രവർത്തകർ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു. VCയുടെ ഓഫീസിന് മുൻപ് വരെ എത്തിയുള്ള പ്രതിഷേധം മുന്നോട്ട് പോകുമ്പോൾ മറ്റു വഴികൾ പോലീസിനില്ല. ഇപ്പോൾ പോലീസും ബലപ്രയോഗത്തിലൂടെ തന്നെ പ്രവർത്തകർ ഇവിടെ നിന്ന് മാറ്റുകയാണ്. പക്ഷേ വലിയ എണ്ണം പ്രവർത്തകർ ഇവിടെയുണ്ട്. ആ പ്രവർത്തകരെ നീക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് ഈ പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതിശക്തമായ പ്രതിരോധം തീർക്കുന്നു പ്രവർത്തകർ. പക്ഷേ എല്ലാ ശക്തിയുമെടുത്ത പോലീസും പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയാണ്. ബലപ്രയോഗം അല്ലാതെ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ പോലീസിന് കഴിയില്ല എന്നതുകൂടി വസ്തുതയാണ്. നമുക്ക് ദൃശ്യങ്ങളിലുണ്ട്. സർവകലാശാല ആസ്ഥാനം നിറഞ്ഞ പ്രവർത്തകർ SFI പ്രവർത്തകർ നിന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടേക്ക് ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇരച്ചെത്തുന്ന സാഹചര്യം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇത് ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറി വരാനുള്ള, അതായത് സെനറ്റ് ഹാളിന്റെ മുന്നിൽ നിന്ന് അകത്തേക്കുള്ള വഴിയാണ്. ഇതുവഴി VCയുടെ ഓഫീസിലേക്ക്, സെനറ്റ് ഹാളിലേക്ക്, സെനറ്റ് യോഗം ചേരുന്ന ചേംബറിലേക്ക് പോകാവുന്ന വഴിയാണ്. അവിടെയാണ്, അതിന് മുന്നിലാണ് പോലീസിന്റെ വലിയ സന്നാഹം ഇപ്പോഴുള്ളത്. ഈ പോലീസുകാർ നേരത്തെ കുറെ പേർ അകത്തേക്ക് കൂടി പോയിരുന്നു. അവിടെ നിന്ന് പ്രവർത്തകരെ പൂർണ്ണമായും താഴേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. നേരത്തെ ഞാൻ നിൽക്കുന്ന ഈ സ്റ്റെപ്പിലൊക്കെ വലിയ എണ്ണം പ്രവർത്തകർ തമ്പടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവർ കുറച്ചുപേർ ഇപ്പോൾ മുകളിലേക്ക് കൂടി പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രവർത്തകർ ഇങ്ങനെ തമ്പടിച്ചിരിക്കുമ്പോൾ DCP ഉൾപ്പെടെ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പ്രവർത്തകരെ ബലപ്രയോഗിച്ച് തന്നെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. മറ്റു വഴികൾ പോലീസിന് മുൻപിലില്ല. കാരണം അത്ര പെട്ടെന്ന് വിട്ടുപോകുന്ന ഒരു രീതിയല്ല SFI പ്രവർത്തകരുടെ ഭാഗത്ത് ഇവിടെ ഉണ്ടായത്. അതിശക്തമായ പ്രതിരോധം തീർക്കുന്നു. അവർ ശക്തമായ സംഘടിതമായ ഒരു നീക്കമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പോലീസ് നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. മുൻപൊന്നും സമീപകാലത്തൊന്നും സർവകലാശാല ആസ്ഥാനം കാണാത്ത തരത്തിലുള്ള ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. പല സമരങ്ങൾ വന്നുപോയെങ്കിലും ഒരുപക്ഷെ 80കളുടെ അവസാനമൊക്കെ നടന്ന വിളനിലം സമരം പോലുള്ള സമരങ്ങൾക്ക് സാക്ഷിയായ സർവകലാശാല ആസ്ഥാനം അത്തരത്തിലുള്ള അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് മാറുകയാണ്. അതിനാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. ആ രീതിയിലുള്ള പോലീസ് സന്നാഹവും ഇവിടെയുണ്ട്. പ്രവർത്തകർ ഈ രീതിയിൽ സംഘടിച്ചെത്തുമ്പോൾ പോലീസിന് മറ്റു വഴികളില്ലാത്ത സാഹചര്യമുണ്ട്. ബലപ്രയോഗത്തിന് മാത്രം. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളെ തലസ്ഥാനത്ത് പല സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ പോലീസ് ജലപീരങ്കി എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു മറുവഴികളിലേക്ക് നീങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തീർത്തും സർവകലാശാല ആസ്ഥാനം SFI പ്രവർത്തകർ വളയുമ്പോൾ പോലീസിനും മറ്റു വഴിയില്ലാത്ത സാഹചര്യമുണ്ട്. കുറച്ച് ബലപ്രയോഗത്തിലൂടെ തന്നെ പ്രവർത്തകരെ താഴേക്ക് എത്തിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. പ്രവർത്തകരെ വലിച്ചിഴച്ചും തൂക്കിയെടുത്തും ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതിനെ അവർ പരമാവധി പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം മറികടന്നും പോലീസ് അവരുടെ നടപടികളിലേക്ക് പോവുകയാണ്. മറ്റു വഴികൾ പോലീസിനില്ല. സുരക്ഷ ഒരുക്കുക. സർവകലാശാല ആസ്ഥാനത്ത് ജീവനക്കാരുണ്ട്, വൈസ് ചാൻസലറുണ്ട്. അവർക്ക് സുരക്ഷ ഒരുക്കുക ജോലിയാണ് പോലീസിനുള്ളത്. ആ ജോലി നടത്താൻ കഴിയാത്ത തരത്തിലേക്കുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒഴിപ്പിക്കുകയാണ് പോലീസ്. എല്ലാ പോലീസ് സന്നാഹവും ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് പ്രവർത്തകരെ ഇവിടെ നിന്ന് കസ്റ്റഡിയിൽ നീക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. നമുക്കറിയാം, വലിയൊരു പോലീസ് സന്നാഹം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇവിടെയുണ്ട്. വനിതാ പോലീസും പുരുഷ പോലീസും അടങ്ങുന്ന വലിയൊരു സന്നാഹം തലസ്ഥാനത്ത് ഏതാണ്ട് ഈ നഗരത്തിൽ ഏതാണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ KP അടൂർ ബറ്റാലിയൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ കുറേ ദിവസങ്ങളായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. അവരെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സർവകലാശാല ആസ്ഥാനത്തെ പോലീസ് നടപടി. അക്ഷരാർത്ഥത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് ഏതാണ്ട് 1.5 മണിക്കൂറിലേറെയായി ഉണ്ടാകുന്നത്. പോലീസ് ഇപ്പോൾ കുറച്ച് ബലപ്രയോഗത്തിലൂടെ കൂടുതൽ പ്രവർത്തകരെ അവിടെ നിന്ന് VCയുടെ ചേംബറിന് സമീപത്ത് നിന്ന് കസ്റ്റഡിയെടുത്ത് അവരുടെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിരോധത്തിന് പ്രവർത്തകർ തയ്യാറാകുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇനിയും പോലീസ് നടപടി വൈകിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സർവകലാശാല ആസ്ഥാനം മാറിയിരുന്നു. VCയുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധം. താൽക്കാലിക VCയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നുകൂടി സിസ തോമസിന് കാലാവധിയുണ്ട്. വരും ദിവസങ്ങളിലും അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ SFI നൽകിയിരുന്നു. സർവകലാശാല സിൻഡിക്കേറ്റും ഗവർണറും തമ്മിലുള്ള തർക്കം
സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം അതൊക്കെ പുതിയ ഒരു സാഹചര്യങ്ങളിലേക്ക് മാറുകയാണ്. കൂടുതൽ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോകുന്നു. കസ്റ്റഡി എടുക്കുന്നതിനെ പ്രവർത്തകർ തടയുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെ പോലീസ് പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റി സർവകലാശാല ആസ്ഥാനത്തിന് സുരക്ഷ ഒരുക്കുമെന്ന തീരുമാനം നടപ്പാക്കുകയാണ്. മറ്റു വഴികൾ പോലീസിന് മുമ്പിൽ ഇല്ല. കാരണം രാജ്ഭവൻ ഗവർണർ വളരെ കൃത്യമായി ഇക്കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗവർണർ എത്തുമ്പോഴുണ്ടായ പ്രതിഷേധങ്ങൾ പോലും ഗവർണർ വലിയ വിമർശനത്തോടു കൂടി റിപ്പോർട്ട് നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം സംഘർഷങ്ങളിലേക്ക് സർവകലാശാലയെ വേദിയാക്കാൻ അനുവദിക്കുന്ന നിലപാടുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് എസ്എഫ്ഐയുടെ പ്രതിഷേധമാണ് ഇപ്പോഴും നടക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം, അതിശക്തമായ പ്രതിരോധം. പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിക്കയറുന്ന പ്രവർത്തകരെ കാണാം. പോലീസ് ഉദ്യോഗസ്ഥരുടെ പിടിയിൽ നിന്ന് വഴുതിപ്പോകാനുള്ള ശ്രമങ്ങൾ കാണാം. പക്ഷേ നിരവധി പോലീസ് ഒരുമിച്ച് ഓരോ പ്രവർത്തകരെ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്ത് തൂക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതിശക്തമായ പ്രതിഷേധം, അതിനെ മറികടക്കാൻ പോലീസിന്റെ വലിയ ഒരു സേനാ വിന്യാസവും ഇവിടെയുണ്ട്. ഏതായാലും കേരള സർവകലാശാല കുറേ ദിവസങ്ങളായി വാർത്തകളിലാണ്. പക്ഷേ അപ്പോഴൊന്നും ഉണ്ടാകാത്ത തരത്തിലൊരു സംഘർഷാത്മക അന്തരീക്ഷമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഏതാണ്ട് 2 മണിക്കൂറിലേറെയായി തുടരുന്നത്. ഇനിയും പ്രവർത്തകരുണ്ട്. ഇനിയും പ്രവർത്തകർ VC-യുടെ ഓഫീസിന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്നു. അവിടെ നിന്ന് കൂടുതൽ പ്രവർത്തകരെ കസ്റ്റഡി എടുത്ത് മുഴുവൻ പ്രവർത്തകരെ മാറ്റുന്നതുവരെ പോലീസിന്റെ നടപടി തുടരേണ്ടി വരും. നമുക്കറിയാം ഏത് തരത്തിലാകും ഗവർണറുടെ ഇടപെടൽ. ഇന്ന് തന്നെ വൈകാതെ ഈ വിഷയത്തിൽ ഗവർണറുടെ ഇടപെടലുണ്ടാകും. സർവകലാശാല ആസ്ഥാനത്തെ ഈ രീതിയിൽ സംഘർഷഭരിതമാക്കാൻ, സംഘർഷാത്മകമാക്കാൻ അനുവദിക്കാനാകില്ല നിലപാട് നേരത്തെയും ഗവർണർ സ്വീകരിച്ചതാണ്. VC-യുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്. നാളെ ഇവിടുത്തെ VC മോഹൻ കുന്നുമ്മൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മടങ്ങിയെത്തും. അദ്ദേഹം നിലവിൽ റഷ്യയിലാണ് ഉള്ളത്. അവിടെ അദ്ദേഹം ഓഫീസിലേക്ക് മടങ്ങിയെത്തും. അപ്പോൾ സ്വാഭാവികമായി വീണ്ടും പ്രതിഷേധങ്ങൾക്ക് ഇടയുണ്ട്. ഉന്നത VC-ക്ക് ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. പക്ഷേ എല്ലാം മറികടന്നുകൊണ്ടും പ്രവർത്തകരുടെ പ്രതിഷേധം നമുക്കറിയാം. സാധാരണഗതിയിൽ ഈ സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള മാർച്ചൊക്കെ സർവകലാശാലയ്ക്ക് പ്രധാന കവാടത്തിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയാണ് പതിവ്. ഏറി വന്നാൽ വളരെ കുറച്ച് പ്രവർത്തകർ അവിടെ ചാടിക്കടന്ന് ബാരിക്കേഡ് ചാടിക്കടന്ന് സർവകലാശാല ക്യാമ്പൗണ്ടിലേക്ക് കടക്കാൻ ശ്രമിക്കും. പക്ഷേ